ഹലോ ഫ്രണ്ട്സ്, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ, കേരള പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഇലക്ട്രീഷ്യൻ പോലീസ് കോൺസ്റ്റബിൾ ഈ രണ്ട് തസ്തികയിലേക്കുള്ള കൺഫർമേഷൻ മെസ്സേജുകൾ ഇന്നലെ മുതൽ വിദ്യാർത്ഥികളുടെ മൊബൈലിൽ ലഭ്യമായി തുടങ്ങി. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ അതുപോലെ ഇലക്ട്രീഷ്യൻ പോലീസ് കോൺസ്റ്റബിൾ ഈ രണ്ട് തസ്തികയിലെ കൺഫർമേഷൻ ഡേറ്റ് അതുപോലെ കോമ്പറ്റീഷൻ ലെവൽ ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. കാറ്റഗറി നമ്പർ 428/2023 പ്രകാരമായിരുന്നു ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലിന്റെ നോട്ടിഫിക്കേഷൻ വന്നത്. നമുക്കറിയാം ലാസ്റ്റ് ഡേറ്റ് 18 ഒക്ടോബർ 2023 ആയിരുന്നു. അപ്പോൾ ഇതിന്റെ കൺഫർമേഷൻ 22-ാം തീയതി മുതൽ കൊടുത്തു തുടങ്ങാം. ഈ മാസം 22 മുതൽ അടുത്ത മാസം 10-ാം തീയതി വരെയാണ് കൺഫർമേഷൻ കൊടുക്കാനുള്ള സമയം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കൺഫർമേഷൻ കൊടുക്കാൻ നേരത്ത് നിങ്ങളുടെ ഫോണിൽ ഒരു OTP വരും. ആ OTP പ്രൊഫൈൽ എൻ്റർ ചെയ്ത ശേഷം നിങ്ങൾക്ക് കൺഫർമേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് എക്സാമിനേഷൻ സെന്ററും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതിലൊരു ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് റിസീവ്ഡ് ആണ്. അതായത് ഈ പോസ്റ്റിലേക്ക് ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ പോസ്റ്റിലേക്ക് റിസീവ് ആയ ആപ്ലിക്കേഷൻസിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ 18,577 പേരാണ്. ഒരു PSC എക്സാംസ്, ഒരു ജനറൽ PSC എക്സാംസിനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ എണ്ണം എന്ന് പറയുന്നത് വളരെ കുറവാണ്. നമുക്കറിയാം, ഇപ്പോൾ LDCയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ വന്ന സമയമാണ്. ലക്ഷക്കണക്കിന് ആപ്ലിക്കൻസ് വരുന്ന സ്ഥാനത്താണ് ഈ 18,577 എന്ന് പറയുന്ന ഒരു ചെറിയ നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് ഈ പോസ്റ്റിന് വേണ്ടി റിസീവ് ആയിട്ടുള്ളത്. ഇതിൽ തന്നെ നമുക്കറിയാം, ഒരു എക്സാം എഴുതാൻ പോകുന്നത് പല കാറ്റഗറിപ്പെട്ട ആൾക്കാരാണ്. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് പോകുന്നവരുണ്ട്, അതുപോലെ ജസ്റ്റ് കൺഫർമേഷൻ കൊടുത്ത് എക്സാം അറ്റൻഡ് ചെയ്യാം എന്ന രീതിയിൽ പോകുന്നവരുണ്ട്, പിന്നെ ജസ്റ്റ് ആപ്ലിക്കേഷൻ ചുമ്മാ സമർപ്പിക്കാം ആ രീതിയിൽ പോകുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഈ 18,577 പേരിൽ കുറച്ച് പേര് കൺഫർമേഷൻ കൊടുക്കാതെ തന്നെ പുറത്തു പോകും. പിന്നീട് ഈ എക്സാമിന് വേണ്ടി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നവരുടെ എണ്ണവും വളരെ കുറവാണ്. സോ ഈ നമ്പറിന്റെ ഒരു 30% ആൾക്കാരോട് വേണ്ടി മാത്രമായിരിക്കണം നിങ്ങളുടെ ഒരു മത്സരം വരുന്നത്. സോ നല്ല രീതിയിൽ സിലബസ് മനസ്സിലാക്കി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിക്ക് തീർച്ചയായും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലിൻ്റെത്. സോ ഈ അവസരം നിങ്ങൾ യാതൊരു കാരണവശാൽ പാഴാക്കരുത്. നമ്പർ ഓഫ് വേക്കൻസിയുടെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ 24 വേക്കൻസിയാണ് നോട്ടിഫിക്കേഷൻ ടൈമിലുള്ളത്. ഇത് നോട്ടിഫിക്കേഷൻ ടൈമിലുള്ള വേക്കൻസിയാണ്. അപ്പോൾ ഇനിയും ഇതിൽ കൂടുതൽ വേക്കൻസി വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പോസ്റ്റിന്റെ ഡീറ്റെയിൽസ് നോക്കാം. ഇലക്ട്രീഷ്യൻ പോലീസ് കോൺസ്റ്റബിൾ, കേരള പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇലക്ട്രീഷ്യൻ പോലീസ് കോൺസ്റ്റബിൾ ആണ് അടുത്ത നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ്. ആ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസിനകത്ത് ഞാൻ എൻ്റെ കൺഫർമേഷൻ ഡേറ്റ് ഞാൻ പറയുന്നുണ്ട്. കാറ്റഗറി നമ്പർ 247/2023 പ്രകാരമായിരുന്നു ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്നത്. നമുക്കറിയാം, ഇതിന്റെ സ്കെയിൽ ഓഫ് പേ സ്റ്റാർട്ട് ചെയ്യുന്നത് 31,000 രൂപ മുതലാണ്. അപ്പം നല്ല ഉയർന്ന ഒരു സ്കെയിൽ ഓഫ് പേ ഉള്ള ഒരു പോസ്റ്റാണ് ഇലക്ട്രീഷ്യൻ പോലീസ് കോൺസ്റ്റബിളിൻ്റെത്. ഇതിൻ്റെയും കൺഫർമേഷൻ കൊടുക്കുന്നത് ഈ മാസം 22-ാം തീയതി മുതൽ അടുത്ത മാസം 10-ാം തീയതി വരെയാണ് കൺഫർമേഷൻ കൊടുക്കാനുള്ള സമയം. നമ്പർ ഓഫ് വേക്കൻസി, ഈ പോസ്റ്റിലേക്ക് വന്ന നമ്പർ ഓഫ് വേക്കൻസി എന്ന് പറഞ്ഞാൽ 28 വേക്കൻസിയാണ്. അപ്പോൾ നിലവിൽ 28 വേക്കൻസിയാണ് ഈ പോസ്റ്റിലുള്ളത്. ഇനിയും ധാരാളം വേക്കൻസികൾ വരാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റാണ് ഇലക്ട്രീഷ്യൻ പോലീസ് കോൺസ്റ്റബിളിൻ്റെത്. നമുക്കറിയാം, വേക്കൻസി എന്ന് പറയുന്നത് പല കാര്യങ്ങളിൽ ഡിപ്പെൻസ് ആണ്. ഡിലീഷൻ മൂലം വേക്കൻസി വരാം, അതുപോലെ NJD മൂലം വേക്കൻസി വരാം. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മുമ്പുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ പോസ്റ്റിലേക്കുള്ള ആപ്ലിക്കൻസിൻ്റെ എണ്ണം നിങ്ങൾ കണ്ടല്ലോ. അപ്പം ആ മത്സരം അതനുസരിച്ചായിട്ടുള്ള ഒരു മത്സരമായിരിക്കും നിങ്ങൾ നേരിടേണ്ടത്. അപ്പം നിങ്ങൾക്ക് വേണ്ടത് പഴയ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്ത് ആ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യാനുള്ള ഒരു പഠനമാണ് നിങ്ങൾക്ക് വേണ്ടത്. മാത്രമല്ല, PSC സ്ഥിരമായി ചോദ്യങ്ങൾ ആവർത്തിക്കുന്ന കുറച്ച് മേഖലകളുണ്ട്. ആ മേഖലകൾ കണ്ടെത്തി ആ മേഖലകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയുള്ള പഠനമായിരിക്കണം ഇനി നിങ്ങൾക്ക് അങ്ങോട്ട് വേണ്ടത്. കാര്യം നമുക്കറിയാം, ഏപ്രിൽ മുതലുള്ള ഒരു സ്ലോട്ടിലാണ് ഈ എക്സാം വരാൻ പോകുന്നത്. അപ്പോൾ ഇനി ഏകദേശം 4 മാസങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് മുന്നിലുള്ളത്. അപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻസ് നിങ്ങളെ എന്തുകൊണ്ടും റാങ്ക് ലിസ്റ്റിൽ മുൻനിരയിലെത്തിക്കാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ ഏണസ്റ്റ് അക്കാദമി ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ അതുപോലെ കേരള പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇലക്ട്രീഷ്യൻ പോലീസ് കോൺസ്റ്റബിൾ ഈ രണ്ട് തസ്തികയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇന്റൻസീവ് കോച്ചിങ് അവൈലബിൾ ആണ്. അപ്പം നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് സിലബസ് ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾക്ക് പ്രിപ്പറേഷൻസ് കൊണ്ടുപോകാൻ സാധിക്കും. മാത്രമല്ല, ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ PSC ചോദ്യങ്ങൾ സ്ഥിരമായി ആവർത്തിക്കുന്ന കുറച്ച് മേഖലകളുണ്ട്. അപ്പോൾ ആ മേഖലകൾക്ക് പ്രാധാന്യം നൽകി പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇനി വളരെ ചുരുങ്ങിയ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് മുന്നിലുള്ളത്. സോ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ആ ലെവലിൽ മാറ്റുക. മാത്രമല്ല, നിങ്ങളുടെ നിലവാരം അളക്കാൻ സഹായിക്കുന്ന അസസ്മെന്റ് ടെസ്റ്റുകൾ നമ്മുടെ കോഴ്സിന്റെ ഫീച്ചറാണ്. അപ്പോൾ ഈ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന വഴി നിങ്ങൾക്ക് ഏത് ടോപ്പിക്കിലാണ് നിങ്ങൾക്ക് കുറച്ച് മാർക്ക് പുറകോട്ട് പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഏത് ടോപ്പിക്കിലാണ് കുറച്ചുകൂടെ നിങ്ങളുടെ പഠനം ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നിങ്ങൾക്ക് ആ മേഖലകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകി പഠിച്ചു പോകുന്നതാണ്. അപ്പോൾ അതിൻ്റെ ക്ലാസ്സുകളും നോട്ട്സും ഒക്കെ നിങ്ങൾ വീണ്ടും എടുത്ത് കാണുക, പഠിക്കുക. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉള്ളത് നിങ്ങൾക്ക് ഗൈഡൻസ് ആയിട്ട് നമ്മൾ പ്രത്യേകം മെൻറ്റർഷിപ്പ് സപ്പോർട്ട് തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് മെൻറ്ററിനോട് തന്നെ ചോദിച്ച് ആ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാവുന്നതാണ്.
വീണ്ടും നിങ്ങൾക്ക് ആ ഡൗട്ട്സ് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ നമ്മളത് നിങ്ങൾ മെൻറ്ററിനെ അറിയിച്ചു കഴിഞ്ഞാൽ അതനുസരിച്ച് പ്രത്യേകം ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് പോലും അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. സോ ഈ ഇലക്ട്രീഷ്യൻ, പോലീസ് കോൺസ്റ്റബിൾ, അതുപോലെ ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ ഈ 2 എക്സാമിന് വേണ്ടി ആത്മാർത്ഥമായി പഠിക്കുന്നവർക്ക് നമ്മുടെ കോഴ്സ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻസിന് ഒരു നെക്സ്റ്റ് ലെവൽ ഓഫ് സ്റ്റേജ് ആണ് അതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുക. സോ ഈ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് ഞാനൊരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുക്കാം. ആ ലിങ്കിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനിയും PSC അപ്ഡേറ്റ്സ് ആയിട്ട് ഇനി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഇറ്റ്സ് മീ രഞ്ജിത്ത് സൈനിങ് ഓഫ്.